ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് നഗരസഭയിലെ 18ാം വാർഡിൽ ഇരു മുന്നണികൾക്കും ബിജെപിക്കും അഭിമാന പോരാട്ടം. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി നിലവിലെ നഗരസഭാ ചെയർമാനും ബിജെപി സ്ഥാനാർത്ഥിയായി ബിജെപി ജില്ലാ പ്രസിഡന്റും മത്സരിക്കുമ്പോൾ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് എൽഡിഎഫ്. പാലക്കാട് നഗരസഭയിലെ 52 വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും ഇരു മുന്നണികളുടെയും ബിജെപിയുടെയും അഭിമാന പോരാട്ടം നടക്കുന്നത് 18ാം വാർഡായ കൊപ്പത്താണ്. നിലവിൽ സിപിഐഎം സിറ്റിംഗ് വാർഡായ കൊപ്പം പിടിച്ചെടുക്കാൻ നഗരസഭാ ചെയർമാൻ പി വി രാജേഷിനെ തന്നെയാണ് യുഡിഎഫ് രംഗത്തിറക്കിയിട്ടുള്ളത്. മുൻപ് ഈ വാർഡിൽ 10 വർഷത്തോളം കൗൺസിലറായി ഇരുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജേഷ്. നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി യുഡിഎഫിൻ്റെ ഓരോ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരു ആത്മവിശ്വാസമുണ്ട്. പാലക്കാട് നഗരസഭയിലെ 18ാം വാർഡ് എന്തായാലും യുഡിഎഫ് പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അഡ്വക്കേറ്റ് കെ അരവിന്ദാക്ഷനാണ് സിപിഐഎം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ ഏറെ സുപരിചിതനായ ഇദ്ദേഹത്തിന്റെ ജനകീയ പ്രതിച്ഛായ മുതലാക്കി സിറ്റിംഗ് സീറ്റ് നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് സിപിഐഎം. ജനങ്ങളുടെ ഇടയിൽ 18ാം വാർഡിലെ വോട്ടർമാരെ സംബന്ധിച്ചോളം ഇത്തവണ ഒരു മാറ്റം വേണമെന്നുള്ള വലിയൊരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. അവരൊരു മാറ്റത്തിനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അനുകൂലമായി വരും. ജില്ലാ പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ സി കൃഷ്ണകുമാറിനെ തന്നെയാണ് ബിജെപി ഇവിടെ മത്സരിപ്പിക്കുന്നത്. ഇരു മുന്നണികളും മാറി മാറി പ്രതിനിധീകരിച്ച വാർഡ് പിടിച്ചെടുത്ത് നഗരസഭാ ഭരണത്തിലേക്ക് ബിജെപിയെ നയിക്കുക എന്നതാണ് കൃഷ്ണകുമാറിന്റെ ദൗത്യം. കുത്തഴിഞ്ഞ ഭരണത്തിനെതിരെയും അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ജനവികാരം മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പോരാട്ടം ഒപ്പത്തിനൊപ്പമായതിനാൽ മത്സരഫലത്തിനായി ചങ്കിടിപ്പോടെ പ്രവർത്തകർക്ക് കാത്തിരിക്കാനാവും. റിപ്പോർട്ടർ, പാലക്കാട്.